ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കേൾവിക്കാരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും പൈതങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ക്രിസ്തയേശുവിൻ്റെ സ്നേഹവന്ദനം. ഹല്ലേലൂയ. ഒരു ആലയത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. ഇന്ന സമയത്ത് അവിടുത്തെ ദൈവദാസൻ അവിടെയുള്ള വിശ്വാസികളോട് ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. ദൈവത്തെ ബുദ്ധിമുട്ടിക്കരുത്, ദൈവത്തെ ശല്യപ്പെടുത്തരുത്. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ ബുദ്ധിമുട്ടിക്കരുത്. ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകും. ദൈവത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാവുന്നത് കൊണ്ട് നാം ദൈവത്തെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തോട് അധികമായി ചോദിക്കേണ്ട കാര്യമില്ല എന്ന് താനിങ്ങനെ വിശ്വാസികളെ പഠിപ്പിക്കാനിടയായി. ഞാനത് കേട്ടു. ഞാൻ വിചാരിക്കുകയായിരുന്നു, എന്ത് ഭോഷത്വമായി ഇദ്ദേഹം പറഞ്ഞ് വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. അവരുടെ ഭാവിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലാണ് താൻ അത് പറയുവാനിടയായത്. കാരണം അത് ദൈവബോധനമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. ദൈവത്തിന് നാം പ്രാർത്ഥിക്കുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന് ഞാൻ അവരോടൊരു ഉപമ പറഞ്ഞത് എന്തെന്ന് എന്ന് തുടങ്ങിയാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു ന്യായാധിപനെ കുറിച്ച് പറയുന്നു, ഒരു വിധവയെ കുറിച്ച് പറയുന്നു. ഈ ന്യായാധിപനെ സിമ്പലായിട്ട് കൊടുത്തിരിക്കുക ദൈവത്തെയാണ് അവിടെ ആ ന്യായാധിപനും പ്രതിനിധാനം ചെയ്യുന്നത്. ആ വിധവ ന്യായാധിപനോട് തൻ്റെ ഒരു വിഷയത്തിന് പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് താന് അപേക്ഷിക്കുകയാണ്. എന്നാൽ കുറെ കാലത്തേക്ക് ആ ന്യായാധിപന് അതിന് പ്രതിക്രിയ നടത്തിയ സ്ത്രീയെ രക്ഷിക്കേണ്ടതിന് മനസ്സില്ലാതില്ല. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട്. വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് എന്താ പറഞ്ഞേ? അസഹ്യപ്പെടുത്തുകയാണ്. ഞാന് സഹോദരിക്ക് ആ വിധവയ്ക്ക് പ്രതിക്രിയ നടത്തി ആ സ്ത്രീയെ രക്ഷിക്കുമെന്ന് ന്യായാധിപൻ പറയുന്നു. അതുപോലെ ദൈവം നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ട് ആ ദൈവം നമുക്ക് ഉത്തരം നൽകുവാനിടയാണ്. നാം ദൈവത്തോട് യാചിപ്പാനിടയാകണം, മുട്ടിപ്പായി പ്രാർത്ഥിപ്പാനിടയാകണം, ദൈവത്തെ അസഹ്യപ്പെടുത്തുവാനിടയാകണം. ദൈവത്തിങ്കിൽ നിന്ന് നാം ചിലത് എന്നെ സഹായിച്ചേ മതിയാകും, എന്നെ രക്ഷിച്ചേ മതിയാകും, എന്നെ വിടുവിച്ചേ മതിയാകുള്ളൂ, എൻ്റെ ഈ രോഗത്തിന് സൗഖ്യം തന്നെ മതിയാകുള്ളൂ, എൻ്റെ ഈ വിഷയത്തിന് പരിഹാരം തന്നെ മതിയാകത്തുള്ളൂ, എൻ്റെ കണ്ണഭാരത്തിൽ തന്നെ വിടുവിച്ച് മതിയാകത്തുള്ളൂ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ തന്നെ വിടുവിച്ച് മതിയാകത്തുള്ളൂ. ഇങ്ങനെ തുടങ്ങിയ പലവിധ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ ആ വിഷയത്തിന്റെ നടുവിൽ ദൈവസഭയിൽ മുട്ടിപ്പായി പ്രാർത്ഥിപ്പാനിടയായാൽ സ്വർഗത്തിൽ ദൈവം അതിന് മറുപടി നൽകുവാനിടയായിത്തീരും. ആ വിധവ ഇങ്ങനെ അസഹ്യപ്പെടുത്തുക, അതായത് നാം ദൈവസഭയിൽ ആ ദൈവത്തെ അസഹ്യപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക, ശല്യപ്പെടുത്തുക, ആ മുട്ടിപ്പായി യാചിച്ച് അതിന്റെ ആരംഭത്തിൽ ഇങ്ങനെ പറയുന്നു, എപ്പോഴും മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ആ വിധവ എങ്ങനെയാ ചെയ്തത്? ആ ന്യായാധിപന്റെ അടുക്കല് മടുത്തു പോകാതെ താൻ തുടർച്ചയായി തന്നോട് ആവശ്യപ്പെടുവാനുണ്ട്. അതുപോലെ നാമും ദൈവത്തിന്റെ സന്നിധാനത്തിൽ
നാം തുടർച്ചയായി മുടക്കം കൂടാതെ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയാകണം. അങ്ങനെയെങ്കിൽ ദൈവത്തിങ്കിൽ നിന്ന് മറുപടി ലഭിക്കുവാനിടയായിത്തീരും. ഈ ദൈവത്തെ അസഹ്യപ്പെടുത്തി ആ മറുപടി പ്രാപിച്ച ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അതിന്റെ 21-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു. ആ ഒരു കനാന്യ സ്ത്രീയെ കുറിച്ച് അവിടെ കാണുന്നു. യേശു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ ചെന്ന് തന്റെ വിഷയം പറയുകയും തന്റെ ആവശ്യം ഉന്നയിക്കുക. എന്താ അവരുടെ ആവശ്യം? അവരുടെ ആവശ്യം അവരുടെ മകൾക്ക് കഠിനമായ ഭൂതോപദ്രവം, അതിൽ നിന്നൊരു വിടുതല് തനിക്ക് യേശു കർത്താവ് നൽകിക്കൊടുക്കണമെന്ന് താൻ അപേക്ഷിക്കുകയാണ്. എന്നാൽ കനാന്യ സ്ത്രീ ആയതുകൊണ്ട്, ഇസ്രായേലുകാരി അല്ലാത്തത് കൊണ്ട്, ദൈവത്തിന്റെ ജനം അല്ലാത്തത് കൊണ്ട് ആ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുവാൻ അർഹതയില്ല. യേശു പറയുന്നു അവൾക്ക് അതിനുള്ള അർഹതയില്ല, അതിനുള്ള യോഗ്യതയില്ലെന്ന് യേശു പറഞ്ഞ് അങ്ങ് കടന്നുപോയി. എന്നാൽ അവളുടെ നിലവിളി, അവളുടെ അപേക്ഷ അവൾ നിർത്തുവാനിടയായില്ല. യേശു പറഞ്ഞ പ്രകാരം തന്നെ അവള് മടുത്തു പോകാതെ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്ത് അവരോട് നിലവിളിക്കുകയാണ്. അപ്പോസ്തലന്മാര് പത്രോസ്, യോഹന്നാൻ അവരൊക്കെ പറഞ്ഞു, ആ സ്ത്രീയെ പറഞ്ഞയക്കണമേ, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ടും കർത്താവ് മറുപടി പറയുന്നില്ല. എന്നാൽ ആ സ്ത്രീ നിലവിളിച്ചു കടന്നുപോയി. കർത്താവ് പറഞ്ഞു അവൾക്ക് അതിനുള്ള അവകാശമില്ല, സൗഖ്യത്തിനുള്ള അവകാശമില്ല. ഇസ്രായേലിലെ കാണാതെ പോയ നാടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അത് കനാന്യ സ്ത്രീയ, ജാതിയിൽപ്പെട്ടവള്. അവൾക്ക് സൗഖ്യം കൊടുക്കുവാൻ, അവളുടെ മകളുടെ ഭൂതത്തിൽ നിന്ന് വിടുവിപ്പാൻ അവകാശം അവൾക്കില്ല, അതിനുള്ള അർഹതയില്ല. അതുകൊണ്ട് ആ സൗഖ്യം കൊടുക്കാതെ യേശു കർത്താവ് തന്റെ കരം മടക്കി കളയുവാനിടയായി. എന്നാൽ ആ സ്ത്രീ വിട്ടില്ല. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ യേശു കർത്താവിനെ അവൾ നമസ്കരിക്കുവാനിടയായി. നമസ്കരിച്ചിട്ട് പറഞ്ഞു, യേശു വീണ്ടും പറയുകയാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കരുത്. അവള് ഇങ്ങനെ ആവശ്യപ്പെട്ടു. ഇസ്രായേലിലെ മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് നായ്ക്കുട്ടികൾ ജീവിക്കുന്നുവല്ലോ. യേശു അതിനു മുമ്പ് പറഞ്ഞിരുന്നു, നായ് എന്നവളെ വിളിപ്പാനിടയെ നായ്ക്കുട്ടി, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കരുത് എന്ന് യേശു പറഞ്ഞു. അപ്പോൾ നായനെ വിളിച്ചിട്ടും യേശു അവന്റെ വിഷയത്തിന് പരിഹാരം കൊടുക്കാതെ, തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ തന്റെ കരം മടക്കി കളഞ്ഞിട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടും അവൾ മുട്ടിപ്പായി യേശുവിന്റെ പിന്നാലെ കടന്നു പോവുകയാണ്. യേശുവിനെ അസഹ്യപ്പെടുത്തുകയാണ്. യേശുവിനെ ആ വിധവയെ അസഹ്യപ്പെടുത്തിയതുപോലെ, ആ ന്യായാധിപനെ ആ വിധവയെ അസഹ്യപ്പെടുത്തിയതുപോലെ യേശുവിനെ ആ സ്ത്രീ അസഹ്യപ്പെടുത്തിയത് കൊണ്ട്, ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട്, അവരുടെ അപേക്ഷ കേട്ടിട്ട്, അവരുടെ ആവശ്യം ആ സൗഖ്യം പ്രാപിച്ചിട്ട് വിഷയത്തിന് പരിഹാരം വന്നിട്ട് മടങ്ങി പോവുകയുള്ളൂ എന്ന തീരുമാനത്തിന്റെ മധ്യത്തില് ദൈവം അവരുടെ കർത്താവായ യേശു ക്രിസ്തു അവരുടെ മകൾക്ക് ഭൂതത്തിൽ നിന്ന് വിടുതൽ കൊടുപ്പാനിടയായി. അപ്പോ നാം കർത്താവിന് നാം പ്രാർത്ഥിക്കുന്നത് ബുദ്ധിമുട്ടല്ല, ദൈവസഭയിൽ കരയുന്നത് ബുദ്ധിമുട്ടല്ല. നാം തുടർച്ചയായി ദൈവസഭയിൽ നമ്മുടെ വിഷയങ്ങളുമായി കടന്നു ചെന്നിട്ട് അവനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. നമ്മുടെ യേശുവിനെ അസഹ്യപ്പെടുത്തുന്നത്, ദൈവത്തെ ബുദ്ധിമുട്ടിച്ച് കാര്യങ്ങൾ നിർബന്ധിച്ച് അവന്റെ കരം നമ്മൾക്ക് മറുപടി തരുവാൻ തരുന്നതിൽ നിന്ന് പിൻവലിച്ചാലും അത് മടക്കിക്കളഞ്ഞാലും ആ കരുത്തെ നമുക്ക് നിവർക്കുവാനായിട്ട് കഴിയും.
നമ്മുടെ അപേക്ഷയാൽ, നമ്മുടെ നിലവിളിയാൽ, നമ്മുടെ കണ്ണുനീരിനാൽ, നമ്മുടെ നിരന്തരമുള്ള പ്രാർത്ഥനയാൽ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവം കാലതാമസം വരുത്തിയാലും നമ്മുടെ പ്രാർത്ഥന മുടക്കരുത്. ദൈവസ്ഥലിൽ അടുത്ത് ചെല്ലണം, ദൈവത്തോട് നിലവിളിക്കണം, കരഞ്ഞ് യാചിപ്പാനിടയാകണം. നിരന്തരമായി എപ്പോഴും ദൈവസ്ഥലിൽ ഉണർന്ന് പ്രാർത്ഥിപ്പാനിടയായി തീരണം. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൽ ചെല്ലുന്ന നമുക്ക് മറുപടി ലഭിക്കാനിടയായി തീരും. കർത്താവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായി തീരും. ഇതിനു മുമ്പുള്ള 1-2 വീഡിയോകളിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അത്ഭുതവാനായ ദൈവം. കർത്താവായ യേശു ക്രിസ്തു അത്ഭുതവാനായ ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരകനായ ദൈവം. നമ്മുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവിന്റെ മുമ്പിൽ കൊണ്ട് എന്നിട്ട് നാം ദൈവസ്ഥലിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു മതിയായ ദൈവം. ഈ നാളുകളിൽ അവന്റെ സന്നിധിയിലേക്ക് അടുത്തുകയല്ല, അവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ ബുദ്ധിമുട്ടിച്ച്, അസഹ്യപ്പെടുത്തി, ശല്യപ്പെടുത്തി നാം അവന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നുവെങ്കിൽ അവനെങ്കിൽ അവൻ നമ്മെ അനുഗ്രഹിക്കാനിടയായി തീരും, നമുക്ക് മറുപടി നൽകുവാനിടയായി തീരും. അതുകൊണ്ട് ആ വിശ്വാസികളായവര് ആ പ്രാർത്ഥിക്കുന്നതിൽ മടപ്പ് കാണിക്കരുത്. പ്രമാണം ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാനിടയായി തീരണം. ദൈവസ്ഥനിൽ നമ്മുടെ ഹൃദയം വെള്ളം പോലെ പകരുവാനിടയാകും. നമ്മുടെ ഹൃദയം ദൈവസഭയിൽ വെള്ളം പോലെ പകരുന്നുവെങ്കിൽ ഒരു സ്നേഹിതനോടെന്ന പോലെ, മാതാവിനോടെന്ന പോലെ, പിതാവിനോടെന്ന പോലെ, സ്നേഹിതനോടെന്ന പോലെ നമ്മുടെ ആ കാര്യാളികൾ യേശുവിനോട് നമ്മെ സഹോദരനേക്കാൾ പറ്റുള്ള സ്നേഹിതനായ യേശുവിനോട് പറയുന്നുവെങ്കിൽ നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുന്ന ദൈവമത്രേ. നാളുകളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയിൽ അടുത്തിയല്ല, ദൈവസഭയില് മണിക്കൂറുകൾ ചിലവിട്ട് പ്രാർത്ഥിപ്പാൻ, കൃപയ്ക്കായി ദൈവത്തോട് യാചിക്കാം, അവനോട് അടുത്തിയല്ല, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം പ്രാപിക്കാം. ദൈവം നമ്മെ ഈ നാളുകളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.